നമസ്കാരം. ഹൈന്ദവ സംസ്കാരത്തിന് മേൽ നടന്ന കടന്നുകയറ്റങ്ങളുടെ വിനാശത്തിന്റെയും ചരിത്രം മാറ്റിയെഴുതപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നാം നടന്നു നീങ്ങുന്നത്. ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലത്തും 1921 മലബാർ കലാപകാലത്തും തകർക്കപ്പെട്ട മലപ്പുറത്തെ പുരാതന ക്ഷേത്രങ്ങൾ അവയുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ഒരുങ്ങുകയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനി പ്രഖ്യാപിച്ച ധനസഹായം ഇസ്ലാമിസ്റ്റ് അധിനിവേശങ്ങൾ തകർത്തെറിയാൻ ശ്രമിച്ച ഒരു ജനതയുടെ ആത്മീയ ബോധത്തിന്റെ പുനർനിർമ്മാണം കൂടിയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിൽ കറുത്ത അധ്യായങ്ങൾ എഴുതിച്ചേർത്ത കാലഘട്ടമായിരുന്നു ടിപ്പു സുൽത്താന്റെ മലബാർ അധിനിവേശം. നിർബന്ധിത മതപരിവർത്തനം ലക്ഷ്യമിട്ടുള്ള അധിനിവേശ സൈന്യം മലപ്പുറത്തെ നിരവധി ക്ഷേത്രങ്ങളെയാണ് തകർത്തെറിഞ്ഞത്. തൃപ്രങ്ങോട്ട് ക്ഷേത്രം, തൃക്കണ്ടിയൂർ ക്ഷേത്രം, നിറം കൈതക്കോട്ട ക്ഷേത്രം തുടങ്ങിയവ ഈ ക്രൂരതയുടെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി ഇന്ന് നിലകൊള്ളുന്നു. അതിനുശേഷമുണ്ടായ 1921 മാപ്പിള ലഹളക്കാലം മലബാറിലെ ഹൈന്ദവർക്ക് തീരാ നഷ്ടങ്ങളുടെ കാലമായിരുന്നു. മതമൗലികവാദികൾ അന്ന് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുകയും അവ താവളങ്ങളാക്കി ഉപയോഗിക്കുകയും ചെയ്തു. മുണ്ടോഷിക്കടവ് മഹാവിഷ്ണു ക്ഷേത്രം ഉൾപ്പെടെയുള്ള പല ആരാധനാലയങ്ങളും പൂർണ്ണമായും നാമാവശേഷമാക്കി. ഇസ്ലാമിസ്റ്റ് ഭീകരതയുടെ ആ പഴയകാല ഓർമ്മകൾ പേറുന്ന മണ്ണിൽ ഹൈന്ദവ വിശ്വാസത്തിന്റെ ദീപശിഖ വീണ്ടും തെളിയിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ കരുത്ത് പകരുന്നത്. ജ്യോതിഷി പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങൾക്കായി 22.5 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിയാണ് അംബാനി കുടുംബം നടപ്പിലാക്കുന്നത്. ആനന്ദ് അംബാനി തന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഈ പുണ്യപ്രവർത്തിക്കായി തുക മാറ്റിവെച്ചിരിക്കുന്നത്. നിറം കൈതക്കോട്ട ഭഗവതി ക്ഷേത്രം. വള്ളിക്കുന്നിലെ അതിപുരാതനമായ ഈ ക്ഷേത്രം ടിപ്പു സുൽത്താന്റെ സൈന്യം ആക്രമിച്ചതിന്റെ ആഴത്തിലുള്ള മുറിവുകൾ ഇന്നും പേറുന്നുണ്ട്. രാമായണത്തിലെ ബാലകാണ്ഡം മുഴുവൻ മനോഹരമായി കൊത്തിവെച്ചിട്ടുള്ള ഇവിടുത്തെ പാട്ടുപുര അധിനിവേശ കാലത്ത് നാശോന്മുഖമാക്കിയിരുന്നു. ഈ പൈതൃക സമ്പത്തിനെ സംരക്ഷിക്കുന്നതിനായി 75 ലക്ഷം രൂപയാണ് ആനന്ദ് അംബാനി നൽകിയത്. കൂടാതെ മലബാറിലെ ഹൈന്ദവ ഏകീകരണത്തിന്റെ ഭാഗമായി പരപ്പനങ്ങാടി നെടുമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ അന്നദാന മഹോത്സവത്തിനായി 40 ലക്ഷം രൂപയും അദ്ദേഹം കൈമാറി. തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രം. സാമൂതിരി രാജവംശത്തിന്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രം ടിപ്പുവിന്റെയും പിൽക്കാലത്ത് മാപ്പിള ലഹളക്കാരുടെയും ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അന്ന് തകർക്കപ്പെട്ട ക്ഷേത്രത്തിലെ അതിപുരാതനമായ ലൈറ്റ് ഹൗസ് പുനർനിർമ്മിക്കുക എന്നത് ഒരു ചരിത്രപരമായ കടമ കൂടിയാണ്. ഇതിനായി 1 കോടി രൂപയാണ് അംബാനി കുടുംബം സമർപ്പിച്ചത്. വിശ്വാസത്തിന്റെ വെളിച്ചം ഈ മണ്ണിൽ ഇനി ഒരിക്കലും അണയില്ല എന്ന പ്രഖ്യാപനമാണ് ഈ ദീപസ്തംഭനത്തിന്റെ പുനർനിർമ്മാണം. തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. തിരൂരിലെ തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്നാണ് വിശ്വാസം. സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലത്ത് വൻതോതിൽ തകർക്കപ്പെട്ടു. ഹൈന്ദവ സംസ്കാരത്തെ തുടച്ചു നീക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ ഈ ക്ഷേത്രം കാലങ്ങളായി അതിജീവിച്ചു നിന്നു. നിലവിലെ നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ 60 ലക്ഷം രൂപയാണ് സഹായമായി നൽകിയിരിക്കുന്നത്. മലപ്പുറത്തെ 3 പ്രധാന ക്ഷേത്രങ്ങൾക്കായി നൽകിയ 2.35 കോടി രൂപയ്ക്ക് പുറമെ ഭാരതത്തിലെ തന്നെ ഏറ്റവും വിശുദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നായ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് 12 കോടി രൂപയും ഗുരുവായൂർ ആനക്കോട്ടിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 7 കോടി രൂപയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇസ്ലാമിസ്റ്റ് ഭീകരതയും അധിനിവേശങ്ങളും തകർക്കാൻ ശ്രമിച്ച ഒരു ജനതയുടെ സാംസ്കാരിക ബോധത്തെ വീണ്ടെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഹൈന്ദവ സമൂഹത്തിന്റെ ഒത്തൊരുമയും പൈതൃകത്തോടുള്ള ആദരവുമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. ഭാരതത്തിന്റെ ആത്മീയ പാരമ്പര്യം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മലബാറിലെ ഈ ക്ഷേത്രങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് ഹൈന്ദവ നവോത്ഥാനത്തിന്റെ പുതിയൊരു തുടക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. വരാനിരിക്കുന്ന തലമുറകൾക്ക് നമ്മുടെ യഥാർത്ഥ ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കാൻ ഈ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ വഴി തുറക്കും. മലബാറിന്റെ മണ്ണിൽ സമാധാനമായി ജീവിച്ചിരുന്ന ഹൈന്ദവ ജനതയുടെ ആത്മവീര്യം തകർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു 1921 മാപ്പിള ലഹള അരങ്ങേറിയത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ മറവിൽ മതമൗലികവാദികൾ അഴിച്ചുവിട്ട ഈ ക്രൂരതകൾ ഒരു സ്വാതന്ത്ര്യ സമരമായി ചിത്രീകരിക്കാൻ പലരും ശ്രമിക്കാറുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈന്ദവ വംശഹത്യയുടെ കറുത്ത അധ്യായമായിരുന്നു. തൃപ്രങ്ങോട്ട്, തൃക്കണ്ടിയൂർ തുടങ്ങിയ പുണ്യഭൂമികളിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഹൈന്ദവ പ്രതാപത്തെ തകർക്കുക എന്നത് ഈ ഇസ്ലാമിസ്റ്റ് ആക്രമി സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. ആക്രമിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പലതും ഇസ്ലാമിസ്റ്റ് കലാപകാരികൾ തങ്ങളുടെ ആയുധപുരകളായും താവളങ്ങളായും മാറ്റി. ഭാരതീയ സംസ്കാരത്തിന്റെ അടയാളങ്ങളായ കൊത്തുപണികളും വിഗ്രഹങ്ങളും അവർ തച്ചുടച്ചു. തിരൂർ മേഖലയിൽ മാത്രം എത്രയോ കുടുംബങ്ങൾക്ക് തങ്ങളുടെ കുലദൈവങ്ങളെയും ആരാധനാലയങ്ങളെയും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. മുണ്ടോഷിക്കടവ് മഹാവിഷ്ണു ക്ഷേത്രം പോലുള്ള ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ
തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന് നേരെ നടന്ന നീക്കങ്ങൾ വിശ്വാസി സമൂഹത്തിന്റെ കഠിനമായ പോരാട്ടങ്ങൾ കൊണ്ടാണ് അന്ന് പ്രതിരോധിക്കപ്പെട്ടത്. ക്ഷേത്രകുളങ്ങൾ അശുദ്ധമാക്കിയും പൂജകൾ തടസ്സപ്പെടുത്തിയും ആസൂത്രിതമായ നീക്കങ്ങളാണ് അന്ന് നടന്നത്. ടിപ്പു സുൽത്താന്റെ പടയോട്ടം മലബാറിൽ പകർന്നു നൽകിയ അതേ മതഭ്രാന്തിന്റെ തുടർച്ചയായിരുന്നു 1921 ദൃശ്യമായത്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അവഹേളിക്കുക എന്നത് ഒരു വിനോദമായി കണ്ടിരുന്ന ആക്രമി സംഘങ്ങൾ ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും പുരാതനമായ ഗ്രന്ഥങ്ങളും രചനകളും നശിപ്പിക്കുകയും ചെയ്തു. ഭാരതത്തിന്റെ ആത്മീയ ചൈതന്യത്തെ മുറിപ്പെടുത്തിയ ഈ ക്രൂരതയുടെ മുറിപ്പാടുകൾ മലപ്പുറത്തെ പല ക്ഷേത്രങ്ങളിലും ഇന്നും മായാതെ കിടക്കുന്നു. ഇന്ന് ആനന്ദ് അംബാനിയെ പോലെയുള്ളവർ ഈ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനായി മുന്നോട്ട് വരുമ്പോൾ അത് ആ പഴയകാല മുറിവുകൾക്ക് മേലുള്ള ആത്മീയ ലേപനമായി മാറുകയാണ്. ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാർ തകർക്കാൻ ശ്രമിച്ച പൈതൃകം അതേ കരുത്തോടെയും പ്രതാപത്തോടെയും പുനർനിർമ്മിക്കപ്പെടുമ്പോൾ അത് ഹൈന്ദവ നവോത്ഥാനത്തിന്റെ ശക്തമായ വിളംബരമായി മാറിയിരിക്കുകയാണ്. അധിനിവേശ ശക്തികൾ വിതച്ച വിനാശത്തിനു മുകളിൽ ധർമ്മത്തിന്റെ കൊടിമരം വീണ്ടും ഉയരുകയാണ്. അടിച്ചമർത്തപ്പെട്ട ചരിത്രത്തെയും അവഗണിക്കപ്പെട്ട വേദനകളെയും ഓർത്തെടുത്തുകൊണ്ട് വരും തലമുറയ്ക്കായി ഈ പുണ്യഭൂമികൾ സംരക്ഷിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യത കൂടിയാണ്. മലബാറിന്റെ മണ്ണിൽ ഹൈന്ദവ സംസ്കാരം നേരിട്ട വെല്ലുവിളികൾ ഒരു കാലഘട്ടത്തിന്റെ മാത്രം പ്രശ്നമായിരുന്നില്ല. അത് ആസൂത്രിതമായൊരു സാംസ്കാരിക വംശഹത്യയുടെ ഭാഗമായിരുന്നു. നൂറ്റാണ്ടുകളോളം സമാധാനപൂർവ്വം നിലനിന്ന നമ്മുടെ ആരാധനാലയങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന ഓരോ അധിനിവേശവും ഭാരതീയതയെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങളായിരുന്നു. ടിപ്പു സുൽത്താൻ തകർത്തെറിഞ്ഞ ഓരോ ശിലാപാളികളും മതഭ്രാന്തിൽ തകർക്കപ്പെട്ട ഓരോ വിഗ്രഹങ്ങളും നമ്മുടെ ആത്മാഭിമാനത്തിന് മേലുള്ള മുറിവുകളായിരുന്നു. ആ മുറിവുകൾ മറച്ചുവെക്കാനാണ് ഇത്രയും കാലം ചിലർ ചരിത്രത്തെ വളച്ചൊടിച്ചതും മിത്തുകൾ ചമച്ചതും. എന്നാൽ സത്യം എപ്പോഴും സൂര്യപ്രകാശം പോലെ പുറത്തു വരിക തന്നെ ചെയ്യും. അക്രമികൾ തകർത്ത അതേ മണ്ണിൽ അതേ പ്രതാപത്തോടെയും ദീപസ്തംഭങ്ങളും പാട്ടുപുരകളും ഉയരുമ്പോൾ അത് അധിനിവേശ ചിന്താഗതിക്കാർക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ്. മലബാറിൽ ആസൂത്രിതമായി നടന്ന മതപരിവർത്തനങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇടയിലും തോറ്റുകൊടുക്കാതെ ഇന്ന് നിലനിൽക്കുന്ന വിശ്വാസത്തെ കൂടുതൽ ദൃഢമാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇസ്ലാമിസ്റ്റ് ഭീകരതയുടെ ആ കറുത്ത ദിനങ്ങളിൽ ആക്രമികൾ ക്ഷേത്രങ്ങളിൽ താവളം ഉറപ്പിച്ചപ്പോൾ തകർന്നു പോയത് ഹൈന്ദവ ജനതയുടെ ആത്മവീര്യം കൂടിയായിരുന്നു. എന്നാൽ ഇന്ന് ആ വീര്യം തിരിച്ചു വരികയാണ്. വരും തലമുറയ്ക്ക് നമ്മുടെ യഥാർത്ഥ ചരിത്രം പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ടിപ്പുവിന്റെ പടയോട്ടം വിതച്ച വിനാശത്തെയും ക്രൂരതകളെയും കുറിച്ച് പുതിയ തലമുറ ബോധവാന്മാരാകണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത്തരം ആവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കൂ. നമ്മുടെ പൈതൃകം സംരക്ഷിക്കപ്പെടുമ്പോൾ അത് ഭാരതീയ സംസ്കാരത്തിന്റെ ആകെ ഉന്നമനമാണ്. ക്ഷേത്രങ്ങൾ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നതോടെ ഹൈന്ദവ ഐക്യവും വിശ്വാസവും കൂടുതൽ കരുത്താർജിക്കും. ധർമ്മം എന്ന് നിലനിൽക്കുമെന്നും അത് തകർക്കാൻ ശ്രമിക്കുന്ന അധർമ്മ ശക്തികൾക്ക് കാലം കാത്തുവെച്ച തിരിച്ചടിയാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെന്നും നാം തിരിച്ചറിയണം. സാംസ്കാരിക അടിമത്തത്തിൽ നിന്നും ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ പ്രയാണം നാം ഓരോരുത്തരും അഭിമാനത്തോടെ ഏറ്റെടുക്കേണ്ടതാണ്. മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുയരുന്ന ഈ ശംഖനാദം ഒരു പുനരുദ്ധാരണത്തിന്റെ മാത്രമല്ല, ഹൈന്ദവ ജനതയുടെ ആത്മവീര്യത്തിന്റെ വീണ്ടെടുപ്പാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പുവിന്റെ സൈന്യം നമ്മുടെ ക്ഷേത്രങ്ങൾ തകർക്കുമ്പോൾ അവർ വിചാരിച്ചത് ഈ സംസ്കാരത്തിന്റെ വേരെറുക്കാമെന്നായിരുന്നു. മതഭ്രാന്തന്മാർ ഹൈന്ദവ രക്തം ചിന്തിയപ്പോൾ അവർ കരുതിയത് ഈ മണ്ണിൽ ഇനി ധർമ്മത്തിന്റെ വിളക്കുകൾ തെളിയില്ല എന്നാണ്. എന്നാൽ ചരിത്രം സാക്ഷിയാണ്. തകർക്കപ്പെട്ട ഓരോ ശിലയിൽ നിന്നും 1000 മടങ്ങ് ശക്തിയോടെ ഹൈന്ദവത ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ആനന്ദ് അംബാനിയുടെ ഈ കൈത്താങ്ങ് ആ ഉയർത്തെഴുന്നേൽപ്പിന് ആക്കം കൂട്ടുന്നു. നമ്മുടെ പൈതൃകം സംരക്ഷിക്കുക എന്നത് ക്ഷേത്ര കമ്മിറ്റികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ ഹിന്ദുവിന്റെയും കടമയാണ്. ഇസ്ലാമിസ്റ്റ് അധിനിവേശ ചരിത്രത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന സാംസ്കാരിക നായകർക്കും വോട്ട് ബാങ്കിനായി സത്യം മറച്ചുവെക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഈ ദീപസ്തംഭങ്ങൾ ഒരു മറുപടിയായിരിക്കും. അയോധ്യയിലെ രാമക്ഷേത്രം മുതൽ മലപ്പുറത്തെ ഈ കൊച്ചു ക്ഷേത്രങ്ങൾ വരെ നീളുന്ന ഈ പുനരുദ്ധാരണ പ്രക്രിയ ഒരു വലിയ സത്യം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. അധർമ്മത്തിന് താൽക്കാലിക വിജയം നേടാനാകും, പക്ഷേ അന്തിമ വിജയമെന്നും ധർമ്മത്തിന് തന്നെയായിരിക്കും. അധിനിവേശ ശക്തികൾ വിതച്ച ഇരുട്ടുമാറി പ്രകാശത്തിന്റെ പുതിയ പുലരിയിലേക്ക് മലബാർ നീങ്ങുകയാണ്. വരും തലമുറ ഈ ക്ഷേത്രങ്ങളിൽ തൊഴുതു നിൽക്കുമ്പോൾ അവർ ഓർക്കണം, ഈ മണ്ണ് നമ്മുടെ പൂർവികരുടെ രക്തം വീണ മണ്ണാണ് എന്ന്. തകർക്കപ്പെട്ട ഓരോ പാട്ടുപുരയ്ക്കും ഓരോ വിളക്കുമാടത്തിനും പറയാനുള്ളത് അതിജീവനത്തിന്റെ കഥകളാണ്. അംബാനി കുടുംബത്തെ പോലെയുള്ള സുമനസ്സുകൾ ഈ പുണ്യദൗത്യത്തിൽ പങ്കാളികളാകുമ്പോൾ അത് ഭാരതീയ പൈതൃകത്തോടുള്ള ലോകത്തിന്റെ ആദരവായി മാറുന്നു. നമുക്കും അഭിമാനിക്കാം നമ്മുടെ സംസ്കാരത്തെ വീണ്ടെടുക്കുന്ന ഈ മഹാദൗത്യത്തിൽ നാമും സാക്ഷികളാകുന്നതിൽ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം
പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.